നിറഞ്ഞ ഈ ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ പേരിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മെ പരിശുദ്ധാത്മാവ് ദൈവത്തോളം ഉയർത്തിക്കൊണ്ടുപോയിക്കും. അപ്പൊ നമ്മള് രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെ? വിളിക്കപ്പെട്ടവരാണ്. കാരണം ഒരു അനീതി നിറഞ്ഞ ലോകത്ത് നീതിമാനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമില്ലാത്ത സ്ഥലത്ത് സ്നേഹം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ വിശ്വാസത്തെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്ത് വർദ്ധിപ്പിച്ചുകൊള്ളു. അതുകൊണ്ട് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു മനസ്സ് മതി എന്റെ വിശ്വാസം വഴി ഈ ലോകത്തിന്റെ പാപാന്തകാരത്തെ മാറ്റിയെടുക്കുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് കിട്ടുമെന്ന് തിരിച്ചു. ഒന്നെല്ലാവരും എഴുന്നേറ്റ്. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഒരു 10-15 പേര് ഉറങ്ങുന്ന ശീലമുണ്ട്, അല്ലെ? ഞാൻ എവിടെ പോയാലും അങ്ങനെ ഉറങ്ങും. കാരണം ഉച്ച കഴിഞ്ഞ് ഞാൻ ഉറങ്ങുന്ന ഒരാളാണ്. അച്ഛന്മാരെ സംബന്ധിച്ചോളം സിയസ്ത ടൈം എന്ന് വെച്ചാൽ സിയസ്ത ടൈം എല്ലാം കഴിഞ്ഞ് ഒരു 2 മണി മുതൽ ഒരു 3:30 വരെ ഉറങ്ങുന്ന ഒരു സമയം. അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങുന്നവരാരെയും ഞാൻ ശല്യപ്പെടുത്തി. കാരണം നിങ്ങൾ ഈ മൈക്ക് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോ കേട്ടോ. അപ്പോ നിങ്ങൾ ഉറങ്ങിയാൽ ഓർത്തിച്ചാൽ മതി, ദൈവം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് തന്നോളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നൊരു കാര്യം ശ്രദ്ധിക്കണം, സ്വപ്നം കാണാൻ മറക്കരുത്. സ്വപ്നം കാണാതെ ഇറങ്ങിയാണെങ്കിൽ ചേച്ചിയെ ഒന്ന് വിളിച്ചോളൂ. ഒന്നിരുന്നു. ഇനി നോഹയോട് ദൈവം പറയുന്നു, നീ ഒരു പേടകം ഉണ്ടാക്കണം. നീ ഒരു പേടകം ഉണ്ടാക്കണം. എന്തിനാണ്? തിന്മയുടെ ജലപ്രളയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിശ്വാസത്തിന്റെ പേരിൽ രക്ഷപ്പെടുവാൻ നീ ഒരു പേടകം ഉണ്ടാക്കണം. അവൻ ആ പേടകം നിർമ്മിക്കുകയാണ്. ദൈവം പറഞ്ഞു, അവൻ നിർമ്മിച്ചു. പക്ഷെ അതിന്റെ അളവുകള് പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ്. കാരണം ഈ ലോകത്തിന്റെ തിന്മ എത്രമാത്രം ശക്തമാണെന്ന് നോഹയ്ക്കൊരിക്കലും അറിയുകയില്ല. പാവനോഹ വിശ്വാസത്തോടെ പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ തിന്മ എത്രമാത്രമെന്ന് നോഹയ്ക്കറിയില്ല. അതുകൊണ്ട് ഈ കടന്നു വരുന്ന ജലപ്രളയം ഈ പാപത്തിനേക്കാൾ ഇരട്ടിയായിരിക്കണം, എന്നാൽ ഈ പാവാവസ്ഥകൾ മൊത്തം നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജലപ്രളയത്തിൽ അവനൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, ആ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി കിട്ടണമെങ്കിൽ ദൈവം പറയുന്ന അളവും വ്യാപ്തിയും അനുസരിച്ച് അവൻ ആ പേടകം പണിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവം പറയുന്ന ആ അളവനുസരിച്ച് അവൻ പേടകം പണിതു. ആദ്യമേ ആ വാതില് തുറന്നു വെച്ചു. അവിടേക്ക് നാം ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ? നോഹ ആദ്യമേ ആ പേടകം തുറന്നു വെച്ചു. നോഹ ആ പേടകം തുറന്നു വെച്ചപ്പോൾ ആദ്യം കയറിയത് ആരാണെന്നറിയാം? ഞാൻ പറയുന്നു എന്താണ്? ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ധൂർത്തപുത്രനാണ് ആ പേടകത്തിൽ ആദ്യം പ്രവേശിച്ചത്. കാരണം തന്റെ പിതാവിന്റെ സ്നേഹം പാവക്കുഴിയിൽ വെച്ച് തിരിച്ചറിഞ്ഞിട്ട് അവൻ ആ പേടകത്തിലേക്ക് കടന്നു പോകുവാനുള്ള മനോഭാവം ഉണ്ടാക്കി.
ധൂർത്തപുത്രൻ എന്നൊരു വാക്ക് ഞാൻ ഇൻവെർട്ടഡ് കോമയിലിട്ടാ പറയുന്നത്. ധൂർത്തപുത്രനല്ല കയറിയത്, മറിച്ച് ധൂർത്തപുത്രന്റെ മനോഭാവമുള്ള വ്യക്തികൾ, പാപാവസ്ഥയില് ജീവിക്കുന്ന വ്യക്തികള്, രക്ഷ നേടുവാൻ എന്റെ യേശുക്രിസ്തു മാത്രമേ എനിക്കുള്ളൂ, രക്ഷ നേടുവാൻ എന്റെ ദൈവം മാത്രമേ എനിക്കുള്ളൂ, രക്ഷ നേടുവാൻ എന്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ, പ്രത്യാശ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരാണ് ആദ്യമേ ആ പേടകത്തിലേക്ക് ഓടിക്കയറിയത്. അത് തീർച്ചയാണ്. നമുക്കൊന്ന് ധൂർത്തപുത്രന്റെ കഥയൊന്ന് വിവരിച്ചു നോക്കാം. നിങ്ങള് ധൂർത്തപുത്രന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഈ ധൂർത്തപുത്രന്റെ കഥയിലുള്ള അപ്പനും മൂത്ത ചേട്ടനും ഈ ധൂർത്തപുത്രനും പേരുണ്ടോ? ആർക്ക് പേരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുത്ത് സംസാരിക്കാം. ഓക്കെ. പിതാവിന്റെ സ്വത്ത് മുഴുവനും ധൂർത്തടിച്ചു നടന്ന ആ മകനെ ഞാൻ ഒരു പേരിട്ട് മുടിയനായ പുത്രൻ അല്ലെ, പിടിച്ച് കടന്ന് വരാൻ വേണ്ടിയുള്ള മനോഭാവം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ നമുക്ക് മുടിയനായ പുത്രൻ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു, മുടിയന്റെ സഹോദരനാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഈ മുടിയന്റെയും മടിയന്റെയും പിതാവിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു, പൊടിയൻ. പൊടിയന്മാര് വല്ലവരും ഉണ്ട് ഇവിടെ? പൊടിയന്മാര് വല്ലവരും ഉണ്ടെങ്കിൽ കുഞ്ഞ മക്കളെ മുടിയനായോ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങള് മുടിയനായ ദൈവമായിട്ട് മാറിക്കും. അപ്പൊ നമ്മൾ പേരിട്ടു, മടിയന്റെയും മുടിയന്റെയും പിതാവ് പൊടിയനാണ്. കാരണം തന്റെ മക്കളുടെ സ്നേഹത്തിന്റെ പേരില് കുരിശിൽ കിടന്ന് തന്റെ തിരുശരീര രക്തങ്ങള് കുടിച്ച് ഭക്ഷിക്കുവാൻ അവൻ കൊടുത്തത് കൊണ്ടാണ് ഞാൻ അവന് പൊടിയനെന്ന് പേര് കൊടുക്കുന്നത്. മറ്റവൻ മടിയനായത് തന്റെ സഹോദരൻ തിരിച്ചു വന്നെന്നറിഞ്ഞിട്ട് അതിൽ സന്തോഷം കണ്ടെത്താതെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവൻ മടിച്ചു നിന്നതുകൊണ്ട് അവനെ ഞാൻ മടിയനെന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതേ മനോഭാവങ്ങൾ പലപ്പോഴും ഉണ്ട്. ഈ ധൂർത്തപുത്രൻ അവൻ ഒരിക്കല് തന്റെ പിതാവിനോട് പറയും, എന്റെ പൊടിയനായ അപ്പ, എന്റെ പൊടിയനായ അപ്പ, എന്റെ സ്വത്തെല്ലാം എനിക്ക് തന്നേക്കൂ, എനിക്ക് അവകാശപ്പെട്ടതെല്ലാം തന്നേക്കൂ, ഞാൻ ഇതുമായിട്ട് അങ്ങ് ദൂരെ ദൂരെ പോയി എനിക്ക് ആവശ്യമുള്ളതെല്ലാം സമ്പാദിച്ച് പിതാവിനേക്കാൾ വലിയ പേര് സമ്പാദിച്ച് ഞാൻ കടന്നു വരും. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രമാണിയായിട്ട് ഞാൻ അറിയപ്പെടാൻ പോകുകയാണ്. പിതാവ് ഈ സ്വത്തൊന്നും അടക്കി വെച്ചിട്ട് കാര്യമില്ല, എനിക്ക് തരാനുള്ളത് എന്റെ പെണ്ണുപിള്ളയ്ക്കും എന്റെ മക്കൾക്കും അവകാശപ്പെട്ടത് ഇന്ന് തന്നേക്ക് എന്ന് പറഞ്ഞ് പോകും. പിതാവ് ചോദിക്കും, മോനെ നീ എങ്ങോട്ടാ? അവൻ പറയും, ഞാൻ അങ്ങ് ദൂരെ ദൂരെ ദൂരെ. ഈ യാത്രയ്ക്ക് പോകുന്നവർക്ക് വഴി അറിയില്ലെങ്കിൽ അവർ പറയും, എന്താണ് പറയും, അതെ അവിടെ എവിടം വരെ പോകുന്ന എന്നുവെച്ചാ എവിടെ പോകണമെന്നൊരു തിട്ടവുമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ എവിടം വരെ പോയിരുന്നു. അപ്പോ അതുപോലെയാണ് നമ്മുടെ ധൂർത്തപുത്രനായ മുടിയനായ പുത്രൻ പറയുന്നു, ഞാൻ അങ്ങ് ദൂരെ ദൂരെ. അവന് തന്റെ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉറപ്പാണ്
എവിടെയും എത്തിച്ചേരാൻ പോകുന്നില്ല. അവന്റെ ലക്ഷ്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ അവനു വേണ്ടി, ലക്ഷ്യം തെറ്റി അവനു വേണ്ടി അനേകം സ്ത്രീകള് വാതിൽ തുറന്നു. ഞാനിനി മറ്റൊരു വാക്ക് ഉച്ചരിക്കുന്നില്ല. അനേകം സ്ത്രീകള് അവന് വേണ്ടി വാതിൽ തുറന്നു. അനേകം കൂട്ടുകാര് അവന് വേണ്ടി കുപ്പിപൊട്ടിച്ചു. അതിന് ഞാൻ മറ്റൊരു വാക്ക് പറയുന്നില്ല. അനേകം മറ്റു പലരും അവന്റെ നിന്ന് പലിശക്ക് കടം വാങ്ങി. അങ്ങനെ അവൻ എല്ലാ പിതാവിന്റെ സ്വത്തും തനിക്ക് അവകാശപ്പെട്ടതെല്ലാം അവൻ മുഴുവനും ദൂർത്തടിച്ചു. അവസാനം പല വാതിലുകളും അടയ്ക്കപ്പെട്ടു. പല കൂട്ടുകാരും അവനെ വിട്ടിട്ട് പോയി. പലിശക്ക് കൊടുത്ത പൈസ തിരികെ കിട്ടാതെയായി. അവൻ വിശന്നു വലയുവാൻ തുടങ്ങി. അവൻ എല്ലാവരുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ തുടങ്ങി. എനിക്കൊരു ജോലി തരാം. ആരും അവന് ജോലി കൊടുത്തില്ല. അവസാനം ഇതാ ആ നാട്ടിലെ പ്രമാണിയുടെ അടുത്ത് അവൻ ചെല്ലുകയാണ്. അവൻ ഇവനെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയുണ്ട്. നിനക്ക് എന്തെങ്കിലും ജോലി അറിയാം? അവൻ പറയും, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എനിക്ക് ശാപ്പാട് വേണം, എനിക്ക് ശമ്പളം വേണ്ട, ശാപ്പാട്. ആ ഒരു ഗതികേടിയിലേക്ക് അവൻ താഴുകയാണ്. ആ സമയത്ത് അവൻ അവനോട് ആവശ്യപ്പെടുന്നത്, നീ എന്റെ വയലിലെ പന്നികളെ നോക്കാം. നിനക്ക് എന്തെങ്കിലും ഫ്രീ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ പന്നി തിന്നുന്നതേ കണ്ടിട്ടുള്ളൂ, കൊടുത്തെനിക്ക് ചെയ്യും. എങ്കിലും എന്റെ ശാപ്പാടിന് വേണ്ടി ഞാനത് കൊടുത്തു പഠിക്കും. അങ്ങനെ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയവൻ, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവൻ എന്തുപറ്റി? പന്നിക്ക് കൊടുക്കുന്ന തവിട് തിന്നേണ്ടി വന്നു. അത് തിന്ന് അവൻ വിശപ്പ് അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പിതാവിന്റെ സ്നേഹത്തെ അവൻ തിരിച്ചറിയും. ഇത് വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. എനിക്കും നിങ്ങൾക്കും ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെ? എന്റെ ഭൂമി എനിക്ക് അവകാശപ്പെട്ടത് എന്റെ അപ്പൻ എപ്പോഴെങ്കിലും എനിക്ക് വീതിച്ചു തരും, അല്ലെ? പക്ഷെ വീതിച്ചെപ്പോൾ തരുന്നു? അത് ദൂർത്തടിക്കാതെ ജീവിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ പോലും തിരിച്ചു വരാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ സർവനാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാനിങ്ങനെ വഴിതെറ്റിപ്പോയാൽ പോലും എനിക്കൊരു വിശ്വാസമുണ്ടാകണം. ഈ വഴിതെറ്റൽ സമയത്തും എന്നെ വിശപ്പടക്കുവാനുള്ള ഒരു രക്ഷകൻ, അവന്റെ വചനം അവൻ എന്റെ ഹൃദയത്തിലേക്ക് ഉയർത്തിത്തരും. കാരണം ഞാൻ സ്നേഹപിതാവിൽ നിന്ന് കടന്നു പോകുന്നവനാണ്. എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തെ എന്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മനോഭാവം എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഏതെങ്കിലും ഒരു പന്നിക്കൂട്ടിൽ കിടന്ന് കരയുമ്പോൾ ഓർക്കേണ്ടത് എന്റെ പിതാവിനെ കുറിച്ചായിരിക്കണം. ഞാൻ എന്റെ വിശ്വാസത്തെ കുറിച്ച് ഓർത്താൽ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വരും. എന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഓർക്കാതെ വന്നാൽ എന്റെ വഴി തെറ്റിപ്പോകും. അങ്ങനെ അവൻ വിശ്വാസത്തെ കുറിച്ച് ഓർത്തു. പിതാവിന്റെ ഭവനത്തിലേക്ക്, ഈ നോഹ പണിത് വെച്ച പേടകത്തിലേക്ക് പ്രവേശിക്കുവാൻ ചെല്ലുകയാണ്. പിതാവിന്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. എന്നാലും പിതാവ് വഴിയെ ഒരു ഉടുപ്പ് വിറ്റുകൊണ്ട് ആരെങ്കിലും പോയാൽ അവനെ വിളിച്ചിട്ട് പറയും, ഒരുടുപ്പ്, ഇതെന്താ തനിക്ക് ചേരുന്നതല്ലല്ലോ, എടാ എന്റെ പുത്രൻ മടങ്ങി വരും, അവനിടാനുള്ളതാണ്. ഒരു ചെരുപ്പുകാരൻ പോയാൽ അവനെ വിളിച്ചു പറയും, നീ ഇവിടെ കൊള്ളുന്ന ഒരു കയ്യിൽ ചെരുപ്പ് വെച്ച്, ഇതെന്തിനാ തനിക്ക് പറ്റിയില്ലല്ലോ, നിനക്ക് ഞാൻ പൈസ തരാം, നീ അതും നിരക്കണ്ട, എന്റെ മകൻ തിരിച്ചു വരും, അവൻ ഇട്ടുകൊള്ളു. അങ്ങനെ നമ്മെ കുറിച്ച് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കള്
നമ്മുടെ കുടുംബത്തുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തുണ്ട്. ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യത്തെ കണ്ണീര് പൊഴിക്കുന്നത് എന്റെ അപ്പനും അമ്മയുമാണ്. ആ കണ്ണീരിന് നമ്മൾ തിരിച്ചു ചെല്ലുവാനുള്ള ഒരു പ്രചോദനവും ഉണ്ടാകും. അത് മനസ്സിൽ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തിരിച്ചു ചെല്ലാനുള്ളത് എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള സമയമാണ്. അങ്ങനെ ദൈവപിതാവ് എനിക്കായി എപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മടിയനായ ആ മകന്റെ അടുത്തേക്ക് പോകാം. മടിയനായ മകൻ വന്നിട്ട് പറയും, എന്റെ സ്വത്തുക്കളെല്ലാം കണ്ട വേശ്യകളോടുകൂടി ദൂർത്തടിച്ച് അവൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ തന്നില്ലല്ലോ. ദൈവം അവന് ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ പാടില്ല. എന്റെ ഭവനത്തില് ജീവിക്കുന്ന എന്റെ മക്കൾക്ക് അവരാവശ്യപ്പെടുന്നത് കൊടുക്കരുത്. കാരണം ഇവനൊരു ആട്ടിൻകുട്ടിയെ കിട്ടിയാല്, ഇറച്ചി കഷ്ണം കിട്ടിയാല് പുറത്ത് ഇവന്റെ കൂട്ടുകാര് കുപ്പിയുമായിട്ട് കാത്തി. അപ്പൊ ഇവന്റെ ഷെയർ ആട്ടിൻകുട്ടി അല്ലെ. ഇവന്റെ കൂട്ടുകാര് പുറത്തുള്ളത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരൊരുക്കിക്കൊള്ളും. അവരിവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിന്റെ ഷെയർ ആട്ടിൻകുട്ടിയ അല്ലെങ്കിൽ ഇറച്ചി, അത് നീ കൊണ്ടുവന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കാൻ. അപ്പോ പലപ്പോഴും ഈ തെറ്റായ പ്രവണതയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി പിതാവ് ഇവനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ ആവശ്യപ്പെടുന്ന ആട്ടിൻകുട്ടി അവനപ്പോൾ കരയുകയാണ്. പിതാവ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പുത്രൻ എന്ന നിലയിൽ നിനക്കിതെല്ലാം അവകാശപ്പെട്ടതാണ്. ഈ തിരിച്ചു വന്നവന് അവനെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും അവൻ തിരിച്ചു വന്നപ്പോൾ ഇനി ഒരിക്കലും ഇവൻ ഈ സ്വത്തിനു വേണ്ടി ആഗ്രഹിക്കില്ല. മകനെ, ഈ സ്വത്ത് നിസ്സാരമായി അവൻ കണ്ടിരിക്കുന്നു. ഈ സ്വത്ത് ഇനി അവന് വേണ്ടത് സ്വർഗത്തിലാണ്. അത് എന്റെ സ്നേഹം കൊണ്ട് ഞാൻ അവന് കൊടുത്തുകൊള്ളാം. ഇനിയുള്ളതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണ്. പുത്രൻ എന്ന നിലയില് നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് ഞാൻ തരുന്നില്ല എന്ന് പറയുന്ന ആ രീതി നീ മാറ്റുക. നീ പക്വതയോട് വളരുമ്പോൾ, എല്ലാ കാര്യങ്ങളും സ്നേഹത്തോട് വീക്ഷിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുവാനുള്ള മനോഭാവം നിനക്ക് തരുമ്പോൾ, ഇതെല്ലാം ഞാൻ നിനക്ക് പ്രദാനം ചെയ്തിരിക്കും. ഈ ധൂർത്തപുത്രൻ കടന്നു വന്നതുപോലെ ഈ മൂത്ത മടിയനായ മകനും ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് സന്തോഷിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ആ സ്നേഹപിതാവിന്റെ തണലില് ഇവര് എല്ലാവരും ആ ഭവനത്തിൽ കയറി സന്തോഷിച്ചു. ഈ ധൂർത്തപുത്രന്മാര് മുഴുവനും ദൈവത്തിൽ ഉള്ള ആഴമായ വിശ്വാസത്തിന്റെ തണലില് അവര് കയറിക്കൂടി. അങ്ങനെ നോഹയുടെ പേടകത്തിലേക്ക് അവര് കയറിച്ചെന്നു എന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ബൈബിളിലെ സംഭവമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ലെ. ഒരിക്കല് ഒരു ചെറിയ പെൺകുട്ടിയെയും കൊണ്ട് കുറെ ആൾക്കാരിങ്ങനെ നടന്നു പോവുകയാണ്. അവര് എറിയുവാൻ കല്ലുകളും എടുത്തിട്ടുണ്ട്. മോശയുടെ നിയമം അനുസരിച്ച് ഒരു നിയമമുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ നോഹ ഒരു ലോ പോയിന്റ് വെച്ചിട്ടുണ്ട്. നോഹ മറ്റൊന്നുകൂടി അടിവരയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിൽ നടക്കുന്ന എല്ലാവരും പഠിച്ച കാര്യം എന്താണ്? ആദ്യമേ ആ കല്ലെറിയേണ്ടത് ആ നാട്ടിലെ അതിവിശുദ്ധനായ മനുഷ്യനായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുവിനടുത്ത് കൊണ്ടുവരുക അല്ലെ. അല്ലെങ്കിൽ യേശുവിനടുത്ത് ഒരു വരികയല്ല, ഉറപ്പാണ്.
പക്ഷെ അവർക്ക് നിയമം അറിയായിരുന്നു, ഇവരെ ആദ്യമേ കല്ലെറിയേണ്ടത് ആ നാട്ടിലെ അതിവിശുദ്ധയായ സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ പുരുഷനായിരിക്കണം. അങ്ങനെ ഒരാളും അവരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഇവരെ കല്ലെറിയുവാനുള്ള ധൈര്യവും ആർക്കുമില്ല. വിശുദ്ധനായ ഒരു മനുഷ്യന് ഒരു എറി ചെറുതായിട്ടൊന്ന് എറിഞ്ഞ് കൊടുത്താൽ മതി, ഉറപ്പാണ് ബാക്കിയുള്ള എല്ലാവരും കൂടെ എറിഞ്ഞ് അവളെ കൊന്നിരിക്കും. അതുകൊണ്ട് അവരന്വേഷിച്ച് നടക്കുകയാണ്. അല്ലെ? നമുക്ക് ആദ്യമേ ചിന്തിക്കാം, അവരൊന്നെങ്കിൽ പരിസ്ഥിതിയുടെ അടുത്തേക്ക് ചെന്ന് കാണാം. പരിസ്ഥിതി പറയുന്നുണ്ടാകും, എന്താണ്, ഞങ്ങള് റോമൻ നേതാക്കൾക്ക് വേണ്ടി പല പിരിവുകളും നടത്തുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ പല ദുഷിച്ച ജോലികളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിവിശുദ്ധമെന്ന പദവിയില്ല, ഞങ്ങൾക്ക് കല്ലെറിയാൻ സാധിക്കും. അങ്ങനെ അവർ നിയമജ്ഞരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിയമജ്ഞര് പറയും, ഞങ്ങളുടെ പല നിയമങ്ങളും പലർക്കും വേണ്ടി വളച്ചൊടിച്ച് കുറ്റവാളിയല്ലാത്തവരെ കുറ്റവാളികളാക്കി തൂക്കിലേറ്റ ചരിത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്കും അതിവിശുദ്ധം. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ആ നാട്ടില് അതിവിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട്, പാവികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും പാവത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, അനേകർക്ക് രോഗശാന്തി നൽകുന്നവനുണ്ട്, അനേകർക്ക് സമാധാനം കൊടുക്കുന്നവനുണ്ട്, അവന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ഒരു മനുഷ്യനാണ് യേശു. അങ്ങനെ ആ പാപിനിയായ സ്ത്രീയെ കൊണ്ട് അവര് യേശുവിന്റെ സന്നിധിയിലേക്ക് ചെന്നു. യേശുവിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവരെല്ലാം ഈ കല്ലുകളെ തങ്ങളുടെ മുടിക്കുത്തില് അല്ലെങ്കിൽ വടിക്കുത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവര് നടക്കുന്ന നടപ്പ് കണ്ടു കഴിഞ്ഞാല് ദൈവശാസ്ത്രജ്ഞന്മാര് വിവരിക്കുന്നുണ്ട്, ഇവരിങ്ങനെ ഈ മുണ്ട് മടക്കി കുത്തി കഴിഞ്ഞാൽ കല്ലിട്ടിട്ട് നടന്ന് നിർത്താവും. അങ്ങനെ നടന്നാൽ ഈ കല്ല് നമ്മുടെ കാലിട്ട് തന്നെ അടിച്ചു കിട്ടി. അപ്പോൾ ആ കല്ല് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, എടാ മനുഷ്യ, എടാ തോമ, എടാ സൈമ, എടി ലീലാമേ, എടി ചിന്നമ്മേ, ആദ്യം ഈ കല്ല് കൊണ്ടെറിയേണ്ടത് നിന്നെ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ മുന്നേ നടക്കുന്ന ആ സ്ത്രീയെ പിടിക്കപ്പെട്ടെന്നേ ഉള്ളൂ, എന്നെയോ നിന്നെയോ ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കല്ല് നിന്റെ മടിക്കുത്തിൽ കിടന്നുകൊണ്ട് കുട്ടയിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടി ഒന്ന് നീ ശ്രദ്ധിച്ചാല് ഓർത്തോളണം, ഈ കല്ല് ആദ്യമേ പതിക്കേണ്ടത് പിടിക്കപ്പെട്ടാൽ നിന്റെ. അപ്പോൾ മോശയുടെ നിയമം അനുസരിച്ച് ഇവർ കല്ലെറിയാൻ നടക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ മാത്രമേ കല്ലെറിഞ്ഞ് കൊല്ലാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പിടിക്കപ്പെടാതെ എന്തുവാകാം, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഓർത്തുകൊള്ളണം, എപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയുടെ ഉള്ളില് നാം ചെയ്യുന്ന തെറ്റുകൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ എന്റെ മടിക്കുത്തിൽ കിടക്കുന്ന കല്ല് പോലെ അതെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. അവര് പറയുന്നു, ഈ യേശുക്രിസ്തു ഒരിക്കലും ഈ സ്ത്രീക്കെതിരെ കല്ലെറിയാൻ പറയുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇവളെ യേശു വിധിക്കണം, വിധിച്ചാൽ നമ്മൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലും, ഇല്ലെങ്കിൽ നാം അവനെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് സംഭവിപ്പിക്കാം. അതുകൊണ്ട് അവർ യേശുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലും. അവിടെ യേശുനാഥൻ അവരോട്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ല് എറിയട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് അവിടുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു, അല്ലെ? ആ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? നടന്നു ചെന്ന തോമാച്ചന്റെ പാപമാണ്. തോമാച്ചൻ അത് കണ്ട് ഓടിക്കണം. ചില തോമാച്ചന്മാര് ബസ്സിൽ കയറിയാല് ഒന്ന് മുട്ടിയെ നിൽക്കൂ, അല്ലെ? അല്ലെ? ചില സൈമന്മാര്, അല്ലെ, കണ്ണ് വെച്ചെറിയും, അല്ലെ? ഇത് എല്ലാം പുരുഷന്മാരെ കുറിച്ചാണ്. എനിക്ക് ഇവരുടെ ആൾക്കൂട്ടം കണ്ടിട്ടേ നിങ്ങളാരും. അതുപോലെ തന്നെയാണ്
സ്ത്രീകൾ, അല്ലെ? ഇന്ന് ഏറ്റവും കൂടുതൽ ആണുങ്ങളെ വഴിതെറ്റിക്കുന്നത് ആരാ? സ്ത്രീകളാണ്. ഈ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് സ്ത്രീകളാണ്. അവര് ഒന്ന് ചോദിക്കും ഇഷ്ടമാണോ, അല്ലെ? ജസ്റ്റ് ടൈം പാസിന് പെണ്ണുങ്ങൾ പറയും ഇഷ്ടമാണെന്ന്. പക്ഷെ അവര് ആണുങ്ങൾ ആഴത്തിലേക്ക് പോകും, പെണ്ണുങ്ങള് ഒരു ആഴത്തിലേക്കും പോകും. ഇന്ന് പ്രേമിച്ചാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്. പെണ്ണുങ്ങള് അത് നിസ്സാരമായിട്ട് കണ്ടിരിക്കുന്നു. അത് നല്ലൊരു മനോഭാവമാണെങ്കിലും നമ്മള് ചിന്തിക്കുമ്പോഴും ജീവിപ്പിക്കുമ്പോഴും മറ്റാരുടെയും ശാപം നമ്മള് മേടിച്ചു വെക്കുന്നു. ഓർത്തുകൊള്ളണം, എന്റെ ആ കല്ല് എന്റെ ദേഹത്ത് തന്നെ പതിക്കുന്നുണ്ടോന്ന്. അവൻ എഴുതിയ എഴുത്തൊക്കെ കണ്ടിട്ട് എറിയാൻ ചെന്നവരുടെ കൊച്ചുമക്കളൊക്കെ അവിടെ. അപ്പൊ അവരൊക്കെ ഓർക്കും, ഇതിപ്പോ വെളിപ്പെടുത്തിയാൽ ഈ കൊച്ചുമകൻ എന്ത് വിചാരിക്കുന്നു കരുതി മൂത്തവർ മുതല് അവിടെ വന്ന എല്ലാവരുടെയും പേര് ഒരു നിമിഷം കൊണ്ട് ദൈവം എഴുതി വെളിപ്പെടുത്തി അവർക്ക് കൊടുത്തപ്പോൾ എറിയാൻ വെച്ച കല്ലുമായിട്ട് അവർ ഓരോരുത്തരും പോയി. അങ്ങനെ പാപമില്ലാത്ത ആരുമില്ലാതെ ബുദ്ധി കൽപ്പിക്കേണ്ട, കാരുണ്യം കൊടുക്കേണ്ട യേശുക്രിസ്തുവും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീ മാത്രം